എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററി ഓഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആർ രാജശ്രീ ടീച്ചർ എഴുതിയ ആത്രേയകം എന്ന നോവലിനെ പറ്റിയാണ്. ഇതിലെ പശ്ചാത്തലം മഹാഭാരതം തന്നെയാണ്. മഹാഭാരതത്തിൽ 100 കണക്കിന് കഥാപാത്രങ്ങളുണ്ട്. അവയിൽ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഓരോരോ നോവലിലൂടെയും കഥകളിലൂടെയും ഒക്കെ നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഗണത്തിൽപ്പെട്ട നോവലല്ല ആത്രേയകം. ആത്രേയകം ഒരു കൊച്ചു ജനപദമാണ്, ഒരു ചെറിയ ഗ്രാമമാണെന്ന് പറയാം. നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു ദേശം. പാഞ്ചാലത്തിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ പാഞ്ചാലത്തിനും ഹസ്തിനപുരത്തിനും ദശാർണത്തിനുമൊക്കെ അതിർത്തി പങ്കിടുന്ന ദേശം. എന്നാൽ പാഞ്ചാലത്തിന്റെയോ ഹസ്തിനപുരത്തിന്റെയോ ഒരു പരിചരണവും കിട്ടാത്ത ദേശമാണെന്ന് പറയാം. നോവലിസ്റ്റ് പറയുന്നത് പോലെ ഒരങ്ങാടിയിലും ചെലവാകാത്ത ചരക്ക് പോലെ അവരതിനെ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആത്രേയകം പാഞ്ചാലത്തിന്റെ സത്രമാണ്, വൈദ്യഗ്രാമമാണ്, ആയുധ പരിശീലന കളരിയാണ്, പിതൃഭൂമിയാണ്. രാജശിക്ഷ അനുഭവിച്ചവരും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാട് കടത്തിയവരും അതുപോലെ മുറിവ് പറ്റിയവരും യുദ്ധത്തിൽ പരിക്കേറ്റവരും ഒക്കെയാണ് അവിടെ താമസിക്കുന്നത്. പോരാത്തതിന് കുറെ പിടിച്ചുപറിക്കാരും കള്ളന്മാരും ഒക്കെയുണ്ട്. എന്നാൽ അത് മാത്രമല്ല ആത്രേയകത്തെ അടയാളപ്പെടുത്തുന്നത്. പാരമ്പര്യമായി കിട്ടിയ ഔഷധക്കൂട്ടുകളുടെ മർമ്മമറിയുന്നവർ അവിടെയുണ്ട്. മരുന്നിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ദേശമാണ് ആത്രേയകം. പാരമ്പര്യമായി കിട്ടിയ വൈദ്യന്റെ അറിവുകൾ ഇന്ന് കൊണ്ടു നടക്കുന്നത് ചൂടകൻ എന്നു പേരുള്ള വൃദ്ധനും അയാളുടെ കൊച്ചുമകൾ ഇളയുമാണ്. എല്ലാവരുടെയും മുറിവുകൾ ഉണക്കുന്ന, വേദനകൾ ഇല്ലാതാക്കുന്ന ആത്രേയകം. ഇങ്ങനെയൊരു സാങ്കല്പിക ദേശത്തെ ഹൈലൈറ്റ് ചെയ്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി സമന്വയിപ്പിച്ച് അതിന് യോജിച്ച ഒരു നായകനെയും പ്രതിഷ്ഠിച്ച് അഭേദ്യമായ അനുഭവങ്ങളാണ് എഴുത്തുകാരി അനുവാചകർക്ക് പകർന്നു തരുന്നത്. കഥയിലേക്ക് കടക്കും മുൻപ് നമുക്ക് എഴുത്തുകാരിയെ പറ്റി അല്പം അറിയാം. ആർ രാജശ്രീ 1977 മെയ് 22 കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലാണ് ആർ രാജശ്രീ ജനിച്ചത്. അച്ഛൻ PN രാജപ്പൻ നായർ, അമ്മ ആർ രാജമ്മ. ഇപ്പോൾ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം അധ്യാപിക. വിദ്യാർത്ഥിയായിരിക്കെ ചെറുകഥകൾ എഴുതി തുടങ്ങി. ഫേസ്ബുക്കിൽ എഴുതിയ കല്യാണി എന്നും ദാക്ഷായിണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മറ്റു കൃതികൾ നായിക നിർമ്മിതി വഴിയും പൊരുളും, അപസർപ്പകാഖ്യാനങ്ങൾ ഭാവനയും രാഷ്ട്രീയവും, ആത്രേയകം, കൃഷ്ണന് വേണ്ടിയുണ്ടായ പെണ്ണുങ്ങൾ, നിന്റെ കഥ തുടങ്ങിയവ. ഈ നോവലിലെ കഥാപാത്രങ്ങളെ അടക്കി ഭരിക്കുന്നൊരു വികാരമുണ്ട്, ഭയം. എന്തുകൊണ്ട് ഭയം ഒരു നിഴലായി പിന്തുടരുന്നു എന്നതിന് ഒരു ഉദാഹരണ കഥ നോവലിസ്റ്റ് തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്. ജന്മേജയന്റെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു നായക്കുട്ടി ചെന്നതും അതിനെ ഓടിച്ചു വിട്ടപ്പോൾ അത് അമ്മയായ സരമയോട് സങ്കടം പറഞ്ഞതും സരമ കൊട്ടാരത്തിൽ ചെന്ന് ജന്മേജയനെ ശപിച്ചതുമായ കഥ. ശിഷ്ടജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായ ഭയങ്ങൾ കൊണ്ട് നീ സമ്പന്നനാവട്ടെ എന്നായിരുന്നു ആ ശാപം. ജീവിയുടെ ഏറ്റവും വലിയ ഭയം എന്ന വികാരം തന്നെയാണ്. യാഗശാലയിൽ ഉണ്ടായിരുന്നവരും പുണ്യം തേടി എത്തിയവരും അതേ ഭയത്തിന്റെ തടവുകാരായി മാറുകയാണ് ഉണ്ടായത്. നമുക്ക് കഥയിലേക്കൊന്ന് കണ്ണോടിക്കാം. ഒരു വിവാഹ ഘോഷയാത്രയോടെയാണ് നോവലിലെ 1-ാം അധ്യായം ആരംഭിക്കുന്നത്. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മകൻ നിരമിത്രന്റെ വിവാഹമാണ്. ദശാർണ രാജാവിന്റെ മകളാണ് വധു. ആഘോഷത്തോടെ തേരും മഞ്ചലും പടയാളികളും കുതിരക്കാരുമായി ആവശ്യത്തിലേറെ സുരക്ഷ പാലിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. ഹസ്തിനപുരത്തിലെ പടയാളികളോ അതിർത്തി ഗ്രാമങ്ങളിലെ കലാപകാരികളോ ആരുമാവട്ടെ, അവരിൽ നിന്നൊക്കെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിച്ച് ദ്രുപദൻ നൽകിയ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഇങ്ങനെയൊരു യാത്ര. പോകുന്ന വഴി രാത്രി വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരിടത്താവളമായ കാമ്പില്യത്തിൽ തങ്ങി. ഈ യാത്ര ദ്രുപദന്റെ വിശ്വസ്ത സേനാനായകനായ വിപുലന്റെ നേതൃത്വത്തിലായിരുന്നു. വിപുലനെ അത്രയേറെ വിശ്വാസമാണ് ദ്രുപദന്. പാഞ്ചാല രാജ്യത്തിനു വേണ്ടി മരിക്കാൻ വരെ തയ്യാറുള്ള ശക്തനായ, തന്ത്രജ്ഞനായ, നയചാതുര്യമുള്ള വിപുലൻ ഇതിലെ ശക്തമായൊരു കഥാപാത്രമാണ്. ദ്രുപദന്റെ നിർദ്ദേശമനുസരിച്ച് നിരമിത്രനെ ദശാർണത്തിലേക്ക് കൊണ്ടുപോകാനായി ദശാർണ രാജാവായ ഹിരണ്യവർമാവ് തന്നെ സേനാനായകന്മാരോടൊപ്പം കാമ്പില്യത്തിലെത്തിയിട്ടുണ്ട്. അതിനിടയിൽ ആ രാത്രി തൻ്റെ വിശ്വസ്ത പരിചാരികയായ വിശാഖയോടൊത്ത് ഒളിച്ചോടാൻ നിരമിത്രൻ ശ്രമിക്കുന്നു. ആത്രേയകത്തിലേക്കാണ് അവർ പോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ കാട്ടിൽ വെച്ച് വിപുലൻ രാജകുമാരനെ തടഞ്ഞു. തിരിച്ച് ദശാർണത്തിലേക്കു തന്നെ നിരമിത്രന് പോവേണ്ടതായി വന്നു. കാട്ടിൽ വെച്ച് തത്സമയം വിശാഖയെ കാണാതായതിൻ്റെ പേരിൽ നിരമിത്രൻ ഇടഞ്ഞു നിന്നെങ്കിലും
വിപുലൻ രാജകുമാരനെ സമാധാനിപ്പിച്ച് ദശാർണത്തിലെത്തിച്ചു. വിവാഹം ഗംഭീരമായി നടന്നു. തിരിച്ചുള്ള യാത്രയിലും അവർ കാമ്പില്യത്തിൽ തങ്ങി. എന്നാൽ ആ രാത്രി നിരമിത്രൻ സ്ത്രീയോ പുരുഷനോ എന്ന ആശയക്കുഴപ്പത്തിൽപ്പെട്ട് ദശാർണ രാജകുമാരി കുപിതയായി. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ധരിച്ച് ഒരു തേരിൽ കയറി ദശാർണത്തിലേക്ക് തിരിച്ചുപോയി. പരാജിതനായി, ദുഃഖിതനായി, അപമാനിതനായി തിരിച്ച് പാഞ്ചാലത്തിലെത്തിയ നിരമിത്രനു നേരെ ഉഗ്രകോപത്താൽ ചീറ്റിത്തെറിച്ച് ദ്രുപദനെത്തി. മകനെ ആക്രമിച്ചേക്കുമെന്ന് കരുതി തടയാൻ പോയ റാണിയെ കയ്യിൽ തൂക്കി നിരമിത്രൻ്റെ അറ ചവിട്ടി തുറന്ന് റാണിയെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. പുരുഷവേഷം കെട്ടി നടക്കുന്ന ജന്തു എന്നാക്രോശിച്ച് മദ്യപാത്രം ഒട്ടാകെ വായിലേക്ക് കമഴ്ത്തി. സ്ത്രീ പുരുഷൻ്റെ മുൻപിൽ വിളമ്പി വെച്ച വിഭവമാണ്. ഇങ്ങനെയാണ് ഒരാണ് ചെയ്യേണ്ടത്. നിനക്കത് പറ്റുമോ? നീ ഒരാണാണോ? എന്നൊക്കെ അലറി പ്രചണ്ഡമായ വേഗതയോടെ മകൻ്റെ മുൻപിൽ വെച്ച് ഒരച്ഛനും ചെയ്തുകൂടാത്ത പാപം ദ്രുപദൻ റാണിയോട് ചെയ്തു. റാണിയിൽ നിന്ന് ഉയർന്ന ആർത്തനാദം കേട്ട് നിരമിത്രൻ തകർന്നു. അല്ല അല്ല, ഇതാണൊരാണെങ്കിൽ എനിക്ക് ആണാവണ്ട എന്ന് പറയാനുയർത്തിയ വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞ് അയാൾ ഉലഞ്ഞു. ഭയന്ന് കണ്ണുകൾ ഇറുക്കിയടച്ചപ്പോൾ തുടകൾക്കിടയിലൂടെ മൂത്രം ഒലിച്ചിറങ്ങുന്നത് അയാൾ അറിഞ്ഞു. അയാൾ വേച്ച് അവിടെ നിന്നും പുറത്തു കടന്നു. താൻ കണ്ട കാഴ്ചയിലേറ്റ ആഘാതവും അപമാനവും കാരണം അയാൾ പാഞ്ചാലം വിട്ടു. ആത്രേയകം ലക്ഷ്യമാക്കി നടന്നു. അതുതന്നെയായിരുന്നു ദ്രുപദൻ്റെ ആവശ്യവും. ഒന്നുകിൽ അവൻ രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ആണും പെണ്ണുമല്ലാത്ത ഒരു മകനുണ്ടായതിൻ്റെ ദുഃഖം അയാൾ റാണിയിൽ തീർത്തു. ഇത്രയും കാലം അവനെ ലക്ഷണമൊത്ത ഒരു പുരുഷനാക്കാൻ, യോദ്ധാവാക്കാൻ ഒക്കെ നോക്കി പരാജയപ്പെട്ടു. ഇങ്ങനെയൊരു മകൻ ജനിച്ചതിന് റാണിയെയാണ് അയാൾ കുറ്റപ്പെടുത്തിയത്. പണ്ടുകാലം മുതലേ പുരുഷ മേധാവിത്വം സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതകൾ, അവഗണനകൾ, അവഹേളനങ്ങൾ, അക്രമങ്ങൾ, അതിൻ്റെ ഒരു നേർചിത്രം ഇവിടെയും കാണാം. നിരമിത്രൻ എത്തിച്ചേർന്നത് ആത്രേയകത്തിലെ ചതുപ്പിലാണ്. വള്ളികൾ കഴുത്തിൽ കുടുങ്ങി മേലാസകലം മണ്ണിൽ കുളിച്ച നിരമിത്രനെ ചൂടകനും ഇളയും ചേർന്ന് രക്ഷപ്പെടുത്തി അവരുടെ കുടിലേക്ക് കൊണ്ടുവന്നു. ഏറെ നാളത്തെ ചികിത്സയുടെ ഫലമായി നിരമിത്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവിടുത്തെ അന്തേവാസികളായ ബലനെയും ഗദനെയും പരിചയപ്പെട്ടു. അവരെയൊക്കെ വിശ്വസിച്ചു, സ്നേഹിച്ചു. ആത്രേയകം നിരമിത്രനെയും ഉൾക്കൊണ്ടു. ചെറുപ്പം മുതലേ നിരമിത്രൻ അനുഭവിച്ച അവഹേളനങ്ങൾ, പരിഹാസങ്ങൾ ചില്ലറയല്ല. യുവരാജാവായ ശേഷം മനുഷ്യർ മറ്റു മനുഷ്യരോട് ചെയ്യുന്ന അവമതികൾ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞതിന് രാജസഭയിൽ നിന്നു തന്നെ അപമാനം നേരിട്ടു. റാണി തന്നെ ഒരിക്കൽ പറഞ്ഞു, തൻ്റെ അലസിപ്പോയ ഗർഭത്തോട് പോലും ഇതിനേക്കാൾ മമത തോന്നുന്നു എന്ന്. കാട്ടിൽ വിശാഖയോടൊത്ത് പോയ രാജകുമാരനെ തിരിച്ച് കാമ്പില്യത്തിലേക്ക് നയിച്ച വിപുലനും കുത്തുവാക്കു പറഞ്ഞു. രാത്രിയാവുന്നു, അപകടമുണ്ട് രാജകുമാരാ, ഇത്തരം കാര്യങ്ങൾ യോദ്ധാക്കൾക്കേ മനസ്സിലാവൂ എന്ന്. നിലത്തമരുമ്പോൾ നഖങ്ങളടക്കം ചുവന്നു പോകുന്ന പതുപതുത്ത പാദങ്ങൾക്ക് എങ്ങനെയാണ് ഒരു യോദ്ധാവിൻ്റേതാകാൻ കഴിയുക എന്ന ചിന്ത വിശാഖയുടേതായിരുന്നു. നിരമിത്ര രാജകുമാരൻ ജീവിത വിരക്തി വന്ന് സന്യസിക്കാൻ പോയെന്ന കഥ നാട്ടിലാകെ പരത്തി മുഖം രക്ഷിക്കാൻ വിപുലൻ ദ്രുപദനെ സഹായിച്ചു. ദ്രുപദൻ ഒരു മഹായാഗം നടത്തി യാഗാവസാനം പുകപടലത്തിനിടയിലൂടെ നേരത്തെ ദ്രുപദന് ബന്ധമുണ്ടായിരുന്ന ഹരിണിയെയും മക്കളായ ദൃഷ്ടദ്യുമ്നയെയും കൃഷ്ണയെയും അവതരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ദ്രുപദന് കഴിഞ്ഞു. പാഞ്ചാലരാജൻ്റെ മകളെന്ന നിലയ്ക്കോ പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നി എന്ന നിലയ്ക്കോ അറിയപ്പെടുന്ന ദ്രൗപദി, പാഞ്ചാലി എന്നീ പേരുകൾ നോവലിസ്റ്റ് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായത്. അവളുടെ യഥാർത്ഥ പേരായ കൃഷ്ണ എന്നു തന്നെയാണ് നോവലിലുടനീളം സംബോധന ചെയ്യുന്നത്. അതുപോലെ സമൂഹം കൽപ്പിക്കുന്ന ലക്ഷണങ്ങളില്ലാത്ത ദ്രുപദൻ്റെ മകൻ്റെ പേര് പരിഹാസ പേരായി ശിഖണ്ഡി എന്നാണ് മഹാഭാരതത്തിൽ അറിയപ്പെടുന്നത്. പക്ഷെ ശിഖണ്ഡി ഒരു പേരല്ല, പരിഹാസ പേരാണ്. സ്വന്തം പേരിലൂടെ അറിയപ്പെടാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു മനുഷ്യന് ഒരു പേര് കൊടുത്തു, വ്യക്തിത്വം കൊടുത്തു. അതാണ് ഈ നോവലിലെ പ്രത്യേകത. സമൂഹത്തിൻ്റെ പരിച്ഛേദത്തിലൂടെ മഹാഭാരത കഥയുടെ ഒരു പാർശ്വഭാഗം മിഴിവുറ്റതാക്കി എന്ന മഹത് കൃത്യമാണ് എഴുത്തുകാരി നിർവഹിച്ചിരിക്കുന്നത്. പാഞ്ചാലം തള്ളിക്കളഞ്ഞിട്ടും പാഞ്ചാലത്തിനൊരു അപകടം വരാനിടയുണ്ടെന്നറിഞ്ഞപ്പോൾ നിരമിത്രൻ പാഞ്ചാലത്തിലെത്തി. തന്നെ പരീക്ഷിക്കാനെത്തിയ ദശാർണ രാജാവിൽ നിന്നും സ്നേഹവും പരിഗണനയും കിട്ടുന്ന അവസ്ഥയിലേക്ക് നിരമിത്രൻ ഉയർന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഗതിമുട്ടി പാഞ്ചാലം വിട്ടോടിയ ആളല്ല നിരമിത്രനെന്ന് ദ്രുപദനും കണ്ടറിഞ്ഞു. ഖാണ്ഡവദഹനത്തിനു ശേഷം ആത്രേയകം ചുട്ടു ചാമ്പലാക്കാൻ എത്തിയ കൃഷ്ണനും അർജുനനും നിരമിത്രൻ്റെ യുദ്ധനിപുണതയിൽ അത്ഭുതപ്പെട്ടു. ദ്രോണാചാര്യരിൽ നിന്നും അർജുനന് മാത്രം ലഭിച്ച ഭൂമിയിൽ അമ്പെയ്ത് ജലവൃക്ഷങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യ അതിനു മുൻപേ തന്നെ നിരമിത്രൻ സ്വായത്തമാക്കിയത് കണ്ട് അർജുനൻ അസൂയപ്പെട്ടിട്ടുണ്ടാകും. ആത്രേയകത്തിലെ തീ അണയ്ക്കാൻ നിരമിത്രന് സാധിച്ചതോടെ ആത്രേയകത്തിലെ മനുഷ്യരുടെ വിശ്വാസപാത്രമായി അയാൾ മാറി. മഹാഭാരതത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
യുദ്ധം സമാഗതമായി. അയൽരാജ്യങ്ങളിലെല്ലാം പോയി വിവാഹം ചെയ്ത് അവരെ ബന്ധുക്കളാക്കി ഒപ്പം നിർത്താൻ പാണ്ഡവർ പുറപ്പെട്ടത് കുന്തിയുടെ അനുഗ്രഹാശിസ്സുകളോടെയായിരുന്നു. പുത്രവധുക്കളായി നിരവധി പേർ വന്നണയുമ്പോൾ ഉള്ളിൽ ഉമിത്തി പോലെ പടരുന്ന ദുഃഖത്തിൻ്റെ ചൂട് കൃഷ്ണയിൽ നമുക്ക് കാണാം. ബന്ധത്തിലാക്കാൻ പറ്റാത്ത രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സാമന്തരാജ്യമാക്കുന്ന കാഴ്ചയും നമ്മൾ മഹാഭാരതത്തിൽ കണ്ടു. അതിൻ്റെയൊക്കെ ആവർത്തനം തന്നെയാണ് ഇന്ന് ലോകത്ത് നടമാടുന്നത്. രാഷ്ട്രീയമായ കോളിളക്കങ്ങളും യുദ്ധവും നിരാലംബരായ മനുഷ്യരുടെ വിലാപങ്ങളും കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കി ഇല്ലാതാക്കുന്ന യുദ്ധവെറി എന്നാണ് ഇതൊക്കെ അവസാനിക്കുക? ഇന്ത്യയെപ്പോലുള്ള മൂന്നാംകിട രാജ്യത്തിൻ്റെ കഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിശബ്ദരാക്കേണ്ടവരെ നിശബ്ദരാക്കിയും ആക്രമിച്ച് കീഴടക്കാനുള്ളവരെ അങ്ങനെ ചെയ്തും ചിലരെ ഭയപ്പെടുത്തിയും അധികാരം കൈയാളാൻ വേണ്ടി രാഷ്ട്രീയ കരുക്കൾ നീക്കുന്ന കാഴ്ച ഒന്നുകൂടി ഉറപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും തികച്ചും ജാഗരൂകരാകേണ്ടതിൻ്റെ ആവശ്യകതയും ഈ നോവൽ നമുക്ക് കാണിച്ചു തരുന്നു. ഒരിക്കൽ വിശാഖ നിരമിത്രനോട് പറഞ്ഞ വാക്യമാണ് ഓർമ്മ വരുന്നത്. അടുത്ത പ്രഭാതം പോലും ഒരത്യാഗ്രഹമായി തോന്നുന്നു രാജകുമാര എന്ന്. യുദ്ധത്തിൽ വിജയമുണ്ടാവാനും ആയുഷ്മാനാവാനും അർജുനന് ഉലൂബിയിൽ ജനിച്ച ഇരാവാനെ ബലി കൊടുക്കുന്ന കാഴ്ച നമ്മെ വേദനിപ്പിക്കും. ഇരാവാൻ്റെ വിവാഹ ദിവസമാണ് യാഗത്തിനെന്നും യജ്ഞത്തിനെന്നും ഒക്കെ പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിതാക്കന്മാർക്ക് വേണ്ടി ബലിയാടാവേണ്ടി വന്ന മക്കളെ വേറെയും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ബബ്രുവാഹനൻ, ഘടോൽകജൻ, അഭിമന്യു ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. നിരമിത്രനെ മുൻനിർത്തി അർജുനൻ നടത്തിയ നാടകീയ യുദ്ധത്തിൽ ഭീഷ്മർ നിലംപതിച്ചു. ഒരു യോദ്ധാവിനൊത്ത വിധം നിരമിത്രനും യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭീഷ്മർ നിലംപതിക്കാൻ കാരണം നിരമിത്രൻ തന്നെയായിരുന്നു. അത് തൻ്റെ വിജയമാണെന്ന് നിരമിത്രൻ കരുതിയാൽ തെറ്റ് പറയാൻ പറ്റില്ല. ആചാര്യൻ നപുംസകങ്ങളോട് യുദ്ധം ചെയ്യില്ലെന്ന അർജുനൻ്റെ വാക്കുകൾ കേട്ട് വീണ്ടും നിരമിത്രൻ അപമാനിതനായി. സമസ്ത ലോകത്തിൻ്റെയും മംഗളത്തിനായി വ്യാസശിഷ്യനായ ജൈമിനിയാൽ ആഖ്യാനം ചെയ്യപ്പെട്ട ജയം എന്ന കഥ വ്യാസൻ അഗ്നിക്കിരയാക്കാൻ തീരുമാനിച്ചു. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ദുർബലരും വികാരജീവികളും പരാജിതരുമാണ്. പ്രധാനികളെ അപ്രധാനികളും അപ്രധാനികളെ പ്രധാനികളുമാക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്താണ്? അത് മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന വൈശമ്പായനൻ്റെ ചോദ്യത്തിന് വ്യാസൻ കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല. പ്രധാനത്വവും അപ്രധാനത്വവും തീരുമാനിക്കുന്നത് നമ്മളല്ല എന്നു മാത്രം പറഞ്ഞ് വ്യാസൻ ആ സംഭാഷണത്തിന് വിരാമമിട്ടു. ജയമെന്ന പേരിൽ പുതിയതൊന്ന് നിർമ്മിക്കാമെന്ന് ജൈമിനി ഉറപ്പുകൊടുത്തു. ഇങ്ങനെയൊരു നോവൽ മലയാളിക്ക് സമ്മാനിച്ച എഴുത്തുകാരിയോടുള്ള സ്നേഹം അറിയിക്കണമെന്ന് തോന്നുന്നു. ഇതിനായി മഹാഭാരതത്തിൻ്റെ വിവിധ ഭാഷാ പതിപ്പുകളിലൂടെ എഴുത്തുകാരി കടന്നുപോയിട്ടുണ്ടാവണം. അതുമാത്രമല്ല, ആയുർവേദ ചികിത്സാ വിധികൾ, പാരമ്പര്യ ചികിത്സാ രീതികൾ, അഷ്ടാംഗഹൃദയം പോലെയുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ നിരവധി തവണ പരിശോധിച്ചിട്ടുണ്ടാകും. ശരിക്കും ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുന്നതിൻ്റെ 10 മടങ്ങ് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഏതായാലും ആ കഠിന ശ്രമം വെറുതെയായില്ല. മികച്ചൊരു ഗ്രന്ഥം തന്നെയാണ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. കയ്യിൽ വിത്തുകൾ നെഞ്ചോടടുക്കി നടന്ന ജൈമിനി നനഞ്ഞ മണ്ണ് കുത്തിയിളക്കി വിത്തുകൾ വാരി വിതറി. കാടാവട്ടെ, ആത്രേകമുണ്ടാവട്ടെ എന്ന് മന്ത്രിച്ച ജൈമിനിയുടെ മുന്നിൽ വിത്തുകൾ ഒന്നോടെ മുളച്ചു പൊങ്ങി എന്ന് പറഞ്ഞാണ് എഴുത്തുകാരി നോവൽ അവസാനിപ്പിക്കുന്നത്. ഔഷധസസ്യങ്ങളുടെ കലവറയായ മരുന്നിൻ്റെ ഗന്ധം പേറി വരുന്ന ആത്രേയകത്തിലെ കാറ്റ് മനസ്സിലാവാഹിച്ചുകൊണ്ട് ആത്രേയകം വായിച്ച് അവസാനിപ്പിക്കാം. ഏതായാലും ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കുക. വീണ്ടും മറ്റൊരു പുസ്തകവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ വിട.